ഹലോ ഗെയ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളെ കുടുംബ സംഗമമാണ്. ഞാൻ അവിടേക്ക് പോകുകയാണ്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ സംഗമത്തിൽ ഇല്ലോരെ മുഴുവനൊന്നും ഞങ്ങൾക്ക് പെടുത്താൻ പറ്റൂല. പെടുത്താൻ പറ്റണോലൊക്കെ ഞങ്ങളിങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരണ്ടേ. പിന്നെ സംഗമം എന്താന്നൊക്കെ നിങ്ങൾക്കും കാണണ്ടേ. തോരക്കാടൻ കുടുംബ സംഗമം എന്നാണ്. ഞങ്ങളിത് ഇപ്പൊ 2022 ഉണ്ടാക്കിയിട്ട് ഇപ്പൊ 2025 ഉണ്ടാക്കുന്നത്. 2017 ഞങ്ങൾ ഉണ്ടാക്കിക്കുന്നു. പിന്നെ 2022 പിന്നെ 2025 ഇപ്പൊ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ അമർത്തുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ വൈകാതെ വരും. ഓക്കെ. അപ്പോൾ തൊരക്കാടന്മാരൊരു അടിപൊളി കുടുംബ സംഘമാണ്. അപ്പം ഞാനും പൊന്നു ഇപ്പാൻ്റെ ഒപ്പം സ്കൂട്ടിമാണ് പോകാമെന്ന് വിചാരിച്ചു. മറ്റോലൊക്കെ ഇബ്ബോൻ്റെ ഒപ്പം കാറിലാണ് വരട്ടെ. നമുക്ക് ആദ്യം പോയിട്ട് അവിടുത്തെ ആരൊക്കെ വന്നിക്കണമെന്നൊക്കെ അറിയണമല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ചെന്നപ്പോഴത്തേന് ഞങ്ങളല്ലാത്തവരൊക്കെ വന്നിക്കണു. ഞങ്ങളാണ് ലാസ്റ്റ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളെ പരിപാടി നടക്കുന്നത്. കാരിയിലാണ് ഈ ഓഡിറ്റോറിയം. അത്യാവശ്യം വിസ്തീരവും വിശാലമൊക്കെ ഉണ്ട്. ഫുൾ AC ഓഡിറ്റോറിയമാണ്. അങ്ങനെ അമ്മായി പടകളൊക്കെ എത്തിക്കണം കേട്ടോ. എല്ലാവരും എടുത്തിരുത്തി എനിക്കിരിക്കാനുള്ളൊരു സീറ്റ് ഞാനും കണ്ടുപിടിച്ചു. റീനു പിന്നെ വന്നേക്ക് എന്നെ തള്ളൽ തുടങ്ങിക്കണം. ഇനി ഞങ്ങൾക്ക് രണ്ടാക്കും ലോകത്ത് നടക്കുന്ന ഫുള്ള് പറയാണ്ടാവും. ഞാനും ഓളൊരു അട്ടയാണ്. ഞങ്ങൾ രണ്ടാളെയും വേറെ ഇരുത്താൻ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെയും ഞങ്ങൾ ചെന്ന് ഒട്ടും. അങ്ങനെ മുട്ടിയമ്മാൻ്റെ ഒരു നല്ല പ്രസംഗമൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. നിസ്താത്ത അപ്പോഴാണ് ഇബ്ബുവിൻ്റെ ഒപ്പം കാറിൽ വരുന്നത് ഗൈസ്. അങ്ങനെ ഇബ്ബുവിൻ്റെ കാറിൽ വന്നതും ഞങ്ങൾ യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചലൊക്കെ ആയിരുന്നു ഓളെ പണി. ഞാൻ ആ സീറ്റിൽ ചെന്നപ്പോൾ ഇരുന്നതാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ നീക്കും വീണ്ടും അവിടെ വന്നിരിക്കും. അങ്ങനെയായിരുന്നു ഞാനും റീനും. ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് വെച്ച രാവിലെ മിൽക്ക് കുടിച്ചാൽ പോയി, അത് വേറെ. പിന്നെ മാഷാള്ള ഞങ്ങളെ കുടുംബത്തിലൊരു ഹാഫിൽ ഉണ്ടായിക്കണ്. ഓനിക്കൊരു സമ്മാനമൊക്കെ കൊടുത്ത് അതൊക്കെ കണ്ടിങ്ങനെ. ഹാഫിൽ ഒറ്റക്കല്ല കേട്ടോ, ഒരുപാട് ഡോക്ടർമാരും ടീച്ചർമാരും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ തിരക്കാണ് ഗൈസ്. അപ്പം നമ്മൾക്ക് ഫുഡാണ് മുഖ്യം. ഫുഡായോ എന്ന് ചോദിച്ചൊക്കെയായിരുന്നു. അപ്പം തന്നെ ഇബ്ബു പറഞ്ഞു എന്നാൽ ഫുഡ് കഴിച്ചാൽ വന്നോളെന്നാണ്. അപ്പം നല്ല നെയ്ച്ചോറും ബീഫ് വരട്ടിയതും ചിക്കൻ വരട്ടിയതും ചിക്കൻ കറിയും പിന്നെ തൈരും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം പിന്നെ സ്റ്റേജിന്മേൽ കുട്ടികളെ പരിപാടിയായിരുന്നു. ഇതൊക്കെ ആസ്വദിച്ചെൻ്റെ താത്ത നല്ല ഉറക്കമാണ്. ഓൾക്ക് പിന്നെ എവിടെ പോയാലും ഉറങ്ങുമല്ലോ. കുട്ടീനെ ഇവിടെ ഇരുത്തിയിട്ട് ഓളവിടെ കിടന്ന് ഉറങ്ങിയിരിക്കണ്. കുട്ടീനെ പിന്നെ ഞങ്ങളൊക്കെ നോക്കാണ്ടാവുന്നതുകൊണ്ട് പേടിച്ചണ്ട. പിന്നെ കുഞ്ഞാ വന്ന് ബാംഗ്ലൂർക്ക് പോവാണ് കേട്ടോ. അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുക. പിന്നെ കുട്ടികളെ ഡാൻസും കളിയും ഇപ്പച്ചി എല്ലാവരോടും പോയി സംസാരിക്കുന്നുണ്ട്, ആക്റ്റീവ് ആവുന്നുണ്ട്. ഞങ്ങൾ ആ ഇരുന്നോടത്തൊന്നും നീച്ചൂല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളെ നല്ല അടിപൊളി കളി കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ നേരം ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ. ഇപ്പം അടുത്തൊന്നും ഞങ്ങളിങ്ങനെ ഒത്തുചേർന്നിട്ടില്ല. 2 വർഷം മുന്നെയാണ് ഞങ്ങൾ തോരക്കാടന്മാർ ഫുള്ള് ഒത്തുചേർന്നത്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് പിന്നെ തോരക്കാടന്മാരൊരു കലണ്ടർ കിട്ടി. അപ്പം ഉറങ്ങുക അല്ലെങ്കിൽ തിന്നുക, ഇതുള്ളൂ എൻ്റെ താത്താക്ക് അറിയുള്ളൂ. അപ്പോൾ ഉറക്കം കഴിഞ്ഞ് നീച്ചങ്ങാണ്ട് ഇപ്പോൾ പോക്കോൺ തിന്നാണ്. ഇതൊരു അടിപൊളി പരിപാടിയാണ്. ആരും ഇത് അനുകരിക്കരുത്. പിന്നെ അലനല്ലൂർ വിഷ്ണു സാറിൻ്റെ കലാപരിപാടി തുടങ്ങി. മൂപ്പര ടീംസ് വന്ന് പരിപാടി കളറാക്കി. നല്ല അടിപൊളി പാട്ടും ഡാൻസും മൊത്തത്തിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു അറിയില്ലേ.
രാത്രിക്കത്തെ ഫുഡ് അവിടെ നടക്കുന്നത് ഫുഡുണ്ട്. അപ്പം ഞങ്ങൾ പാട്ട് നിർത്തി ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ. ഇതോടുകൂടി പരിപാടി കഴിയാണ് ഗൈസ്. അങ്ങനെ നമ്മളെ കുടുംബസംഗമം കലാശക്കൊട്ടാണ് ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.